കൂലി സിനിമ ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, അതിൻ്റെ ഓരോ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ കൂലി ഞങ്ങൾ ആരും കാണുന്നതിന് മുമ്പ് അറിയുന്നതിന് മുമ്പ് സെറ്റിൽ പോയി അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. രജനി സാറിൻ്റെ ഫാനാണെന്നറിയാം, എങ്കിലും ലോകേഷ് സാറിനോടുള്ളൊരു ഇഷ്ടം അവിടെയും ഉണ്ട്. അപ്പം ബിഹൈൻഡ് ദ ക്യാമിൽ അദ്ദേഹം കാസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ആള് വന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ആ ഒരു സമയം എങ്ങനെയാണ് എൻജോയ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു? ഞാൻ അൾട്ടിമേറ്റ്ലി തലവരെ കാണാനാ പോയത്. അപ്പം എൻ്റെ കണ്ണ് മൊത്തം തലവരില്ല. ഓക്കെ, നമ്മുടെ ഗിരീഷ് ഏട്ടനാണ് ലോകേഷ് സാറിനെയും അദ്ദേഹത്തിനെയും പരിചയപ്പെടുത്തിരുന്നത്. അപ്പം പറഞ്ഞു ഇങ്ങനെ ഇവൻ കിങ്ഡത്തിലെ വില്ലനാണ്, ഇങ്ങനത്തെ പരിപാടിയാണ് ചെയ്യുന്നത്. ഓ ഓക്കെ ഓക്കെ സൂപ്പർ ബ്രദർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിയാണ് ഞങ്ങളെ രജനി സാറിൻ്റെ അടുത്ത് പറയുന്നത്, സാർ ഇവർ വന്ന് ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കൊടുത്തത്. വരുന്നതിന് മുന്നേ ഞാനും ചോദിച്ചു, സാർ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം എന്നുള്ള. പുള്ളിയുടെ അസിസ്റ്റൻസിനൊക്കെ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രോ അവർ കുറച്ചുപേര് എൻ്റെ കോൺടാക്റ്റിലുണ്ട്. ഞാൻ പറഞ്ഞു ബ്രോ എൻ്റെ ഫോട്ടോ എല്ലാം ഒന്ന് കാണിച്ചു കൊടു ബ്രോ, എന്തെങ്കിലുമൊക്കെ വന്നാൽ അഭിനയിക്കാലോ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ചാൻസ് പരിപാടി ഞാൻ നടക്കുന്നുണ്ട്. പക്ഷെ അതെനിക്കൊരു എപ്പോഴും ഞാൻ ലൈഫിൽ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. ഞാൻ രജനീകാന്ത് അദ്ദേഹം അഭിനയിക്കുന്നത് ഞാൻ കണ്ടു മോണിറ്ററിൽ. അപ്പൊ ഒരു ഫാൻ ബോയ് തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത് നേരിട്ട് കാണുന്നത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് ഭീകരമാണ്.